ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലം ഒരു മിലിറ്ററി ക്യാമ്പ് സന്ദർശിക്കുകയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് മിലിറ്ററി ആശുപത്രിയിൽ പരിക്കുപറ്റി കഴിയുന്ന പട്ടാളക്കാരെ കൂടി കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. പട്ടാളക്കാർക്ക് ആദ്യം തന്നെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആരും തന്നെ ഒരു കാരണവശാലും പ്രധാനമന്ത്രിയോട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ആരും സംസാരിക്കുന്നില്ല. പ്രധാനമന്ത്രി ഓരോ പട്ടാളക്കാരനെയും സന്ദർശിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു കട്ടിലിൽ നിന്നും ഒരു യുവ സൈനികൻ തല ഉയർത്തി പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, എനിക്ക് അങ്ങയോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. കൂടെയുള്ള ആൾക്കാരൊക്കെ വന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും ജവഹർലാൽ നെഹ്റു ആ പട്ടാളക്കാരനെ സംസാരിക്കാൻ അനുവദിച്ചു. ആ പട്ടാളക്കാരൻ പറഞ്ഞു, എൻ്റെ പരിക്കു പറ്റിയ ഈ കാലുകൾ മുറിച്ചു മാറ്റാനാണ് സൈനിക മേധാവികൾ എല്ലാവരും തന്നെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അത് എനിക്കോ എൻ്റെ കുടുംബക്കാർക്കോ താല്പര്യമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ ഈ കാല് മുറിച്ചു മാറ്റാതെ നാട്ടിലേക്ക് പോകാനും അവിടെ നിന്ന് ചികിത്സ തുടരാനും അങ്ങനെ അനുവദിക്കണം. അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഏതൊരു ബുദ്ധിമുട്ടിനും വിപത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇത് കേട്ടെങ്കിലും മറുപടി ഒന്നും പറയാതെ മറ്റു പട്ടാളക്കാരെ കൂടി സന്ദർശിച്ചുകൊണ്ട് നടന്നു നീങ്ങി. പക്ഷെ തിരിച്ചെത്തിയ അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പരിക്കു പറ്റിയ പട്ടാളക്കാരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ സൈനിക മേധാവികൾക്കുണ്ടായിരുന്ന അധികാരം അദ്ദേഹം എടുത്തു കളഞ്ഞു. ഇനി അങ്ങോട്ട് പരിക്കു പറ്റിയ പട്ടാളക്കാരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുമ്പോൾ അവരുടെയോ അവരുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാഞ്ഞിരിക്കണം എന്നത് നിർബന്ധമാക്കി. ആ ഉത്തരവ് ഒന്നുകൊണ്ട് മാത്രമാണ് ആ യുവ സൈനികന് തൻ്റെ കാല് തിരിച്ചു കിട്ടിയത്. തിരിച്ചു കിട്ടിയ കാലം കൊണ്ട് മലയാളിയായ അദ്ദേഹം നാട്ടിലേക്ക് വന്നു. നാട്ടിൽ ചികിത്സ തുടർന്നു. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കാലുകൾ സുഖം പ്രാപിച്ചു. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റിരുന്നു, നിന്നു, നടന്നു, ഓടി. ആ ഓട്ടം അദ്ദേഹം ഓടിക്കയറിയത് മലയാള നാടക സിനിമാ ചരിത്രത്തിലേക്കായിരുന്നു. ഒരിക്കൽ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ അതേ കാലുകൊണ്ട് മലയാള സിനിമാ ചരിത്രത്തിൽ അദ്ദേഹം ഒരിക്കലും മായ്ക്കാനാവാത്ത ചുവടുവയ്പ്പുകൾ നടത്തി. അത് മറ്റാരും ആയിരുന്നില്ല, പാലപ്പുറത്ത് വീട്ടിൽ സുരേന്ദ്രനാഥ തിലകൻ എന്ന നടൻ തിലകൻ. നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് ചുറ്റുമുള്ളവരുടെ ലോകമല്ല, നിങ്ങൾ തന്നെയാണ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.